നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒന്ന് മനസ്സിലാക്കണം, ആന്റിയെ ഞാൻ എന്റെ സ്വന്തം അമ്മയെ പോലെയും അങ്കിളിനെ എന്റെ സ്വന്തം അങ്കിളിനെ പോലെയാണ് ഞാൻ കരുതുന്നത്. ഈ കുടുംബമായിട്ട് ഇപ്പൊ യാതൊരു ബന്ധമില്ലാത്ത എന്നെ ഇവിടുത്തെ മരുമകളായിട്ട് കാണുന്ന ആന്റി അങ്കിളിനെയും ഞാൻ ചതിക്കാനോ? ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. നിങ്ങൾ രണ്ടുപേരും എന്റെ കണ്ട ദൈവങ്ങളാ. നിർത്ത് നിന്റെ പാണം പാട്ട്. എന്നിട്ട് ചോദിച്ചതിന് മാത്രം മറുപടി പറയേ. പറയാം പറയാം പറയാം. അന്ന് ആന്റി വളരെ അടിപൊളിയായിട്ടുള്ളൊരു സാരി ഉടുത്തിരുന്നത് സൂപ്പർബായിരുന്നു. ആ സാരിയില് ആന്റിയെ വെച്ചത് റീല് ആന്റി അറിയാതെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാ സത്യത്തില് ഞാൻ ആ വീഡിയോ എടുത്തത്. പക്ഷെ അപ്പോഴാണ് നിങ്ങള് ഗായത്രിയമ്മയെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടത്. അത് കേട്ടപ്പോ ഞാൻ എക്സൈറ്റഡ് ആയി. എന്നാ പിന്നെ അതുകൂടെ റെക്കോർഡ് ചെയ്യാന്ന് കരുതി. അതെ, അധികം അഭിനയൊന്നും വേണ്ട. നീ പറഞ്ഞതൊക്കെ ഞങ്ങളങ്ങ് വിശ്വസിക്കണം അല്ലേ? ഞാൻ പറഞ്ഞത് സത്യമാ. എനിക്കത്ര വിശ്വാസം പോരാ. പ്രതാപ, ഇവള് പറയട്ടെ. ശരി, നീ പറഞ്ഞത് ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചു. പക്ഷേ നീ ഇങ്ങനെ രഹസ്യമായിട്ട് എടുത്ത വീഡിയോയെ കുറിച്ച് പാർവതി എങ്ങനെ അറിഞ്ഞത്? അതാ ഞാനും ആലോചിക്കുന്നത്. എത്ര ആലോചിച്ചിട്ടും എനിക്ക് അതിനൊരു ഉത്തരം കിട്ടുന്നില്ല. ഒരു ഐഡിയ ഇല്ല. അവളിത് എങ്ങനെ അറിഞ്ഞൂന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ല ആന്റി. കള്ളം പറയരുത് നീ. അയ്യോ, എന്റെ ഗുരുവായൂരപ്പനാണ് സത്യം. എനിക്ക് അറിയില്ല. നിന്റെ ഫോൺ വല്ലതും അവളെടുത്ത് നോക്കിയായിരുന്നോ? ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഇനിയിപ്പോ ഞാനെങ്ങാൻ മുറിയിൽ വെച്ചിട്ട് പോയപ്പോ അവളത് എടുത്തു നോക്കിയോന്ന് എനിക്ക് അറിയില്ല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പാർവതിയല്ല, അവളേക്കാൾ ക്രിമിനൽ ബുദ്ധിയുള്ളവള് വിചാരിച്ചാൽ പോലും ഈ പ്രഭാവതിയെ വീഴ്ത്താനാവില്ല. ശത്രു മനസ്സിൽ കാണുമ്പോ അത് മാനത്ത് കണ്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നവളാണ് പ്രഭാവതി. ആന്റി എന്താ ഒന്നും മിണ്ടാത്തെ? ആന്റി ഇപ്പോഴും എന്നെ അവിശ്വസിക്കുകയാണോ? എനിക്ക് നിന്നിൽ ഇപ്പോഴും ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം നീ നശിപ്പിക്കരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിന്റെ ഈ വീഡിയോ കൊണ്ട് ഞങ്ങൾക്ക് ഈ വീട്ടില് വലിയൊരു അഭിമാനം ഉണ്ടായി. അതിന് നിന്നോട് പ്രത്യേക നന്ദിയുണ്ട്. നീ പൊയ്ക്കോ. ഇറങ്ങിപ്പോടി. പ്രഭാവതി, ഗായത്രി ദേവിയെ കൊന്നത് നിങ്ങളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തൽക്കാലം ഈ വീഡിയോയുടെ ഓഡിയോ മാറ്റിയത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടെങ്കിലും അതിന്റെ ഒറിജിനൽ വീഡിയോ എന്റെ പെൻഡ്രൈവിൽ ഇപ്പോഴും സേഫാ. ആവശ്യം വരുമ്പോൾ ഞാനിതൊരു ആയുധമായിട്ട് നിങ്ങൾക്കെതിരെ പ്രയോഗിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.